വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീ പ്രൊവിഷൻസ് ഓഫ് ദ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് 2025മായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. കീ പ്രൊവിഷൻസ് ഓഫ് ദ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് 2025 ടു കം ഇൻ ടു എഫക്റ്റ് ഫ്രം 1 ഓഗസ്റ്റ് 2025 തൊട്ടിട്ടാണ് അതെന്ത് ചെയ്ത് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുൻപ് നമ്മൾ അതായത് ബില്ല് പാസ്സാക്കിയ സമയത്ത് രാജ്യസഭയും ലോക്സഭയും ബില്ല് പാസ്സാക്കിയ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ആ ബില്ല് പ്രസിഡൻ്റൊക്കെ ഒപ്പുവെച്ച് കറക്റ്റായിട്ടുള്ള പ്രൊവിഷൻസോട് കൂടി ബാങ്കിങ് ലോ ആയി മാറി. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡേറ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്സിൽ എന്തെല്ലാം പ്രൊവിഷൻസാണ് നടപ്പിലാക്കിയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കേസ് കാർഡ് ബാങ്ക് എക്സാമിനും അതുപോലെ JCA എക്സാമിനും കേരള ബാങ്ക് പോലുള്ള എല്ലാ എക്സാമുകൾക്കും ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ സഹായകമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക ചാനലിലേക്ക്. അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന ഈ ഒരു PDF അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് 2025 എയിംസ് ടു എൻഹാൻസ് ബാങ്ക് ഗവേണൻസ്. ബാങ്കുകളുടെ ഗവേണൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് 2025 വന്നിട്ടുള്ളത് കേട്ടോ. സേഫ് ഗാർഡ് ഡെപ്പോസിറ്റേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്യുക, ഇംപ്രൂവ് PSB ഓഡിറ്റ്സ്, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഓഡിറ്റ് ഇംപ്രൂവ് ചെയ്യുക. കൂടാതെ കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ് അലൈൻ ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പബ്ലിഷ്ഡ് ഡേറ്റ് 30 ജൂലൈ 2025 ആണ്. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഡേറ്റ് കമ്മിങ് ടു എഫക്റ്റ് ആണ്. 1 ഓഗസ്റ്റ് 2025 ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. എന്നിരുന്നാലും ഇതിന് വേറെയും കണക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റുകളുണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ബാങ്കിങ് ലോസ് നോട്ടിഫൈ ചെയ്ത്, അതായത് പ്രസിഡന്റ് അസെൻഡ് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഏപ്രിൽ 2025 കേട്ടോ. കെയിം ഇൻ ടു എഫക്റ്റ് ആണ് 1 ഓഗസ്റ്റ് 2025 തൊട്ടിട്ടാണ് നിലവിൽ പ്രാബല്യത്തിൽ വന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ മറ്റ് ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് 9, 2024, കഴിഞ്ഞ വർഷം. അമെൻമെൻറ്റ് ബില്ല് കഴിഞ്ഞ വർഷം വന്നു. അത് രാജ്യസഭ അവതരിപ്പിച്ചത് പാസ്സാക്കിയത് മാർച്ച് 26, 2025 അതിനുശേഷമാണ് പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടുന്നത് 15 ഏപ്രിൽ 2025. പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടിയതോടുകൂടി പിന്നെ എല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാബല്യത്തിൽ വന്നു പെട്ടെന്ന് തന്നെ 1 ഓഗസ്റ്റ് 2025 കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് 15 ഏപ്രിൽ 2025 1 ഓഗസ്റ്റ് 2025 ആണ്. ഇതിന് പ്രധാനമായിട്ടുള്ള അമെൻമെൻറ്റുകൾ 19 അമെൻമെൻറ്റുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനപ്പെട്ട 9 അമെൻമെൻറ്റുകളാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത് കേട്ടോ. 19 അമെൻമെൻറ്റുകൾ അന്ന് ബില്ലിലുണ്ടായിരുന്നു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9 അമെൻമെൻറ്റുകളാണ് ഇപ്പോൾ ഈ ഓഗസ്റ്റിൽ തൊട്ടിട്ട് നിലവിൽ വരാൻ പോകുന്നത്. ഏതൊക്കെ ഭാഗത്താണ് മാറ്റം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അമെൻമെൻറ്റ് വന്നു, BR ആക്ടിൽ 12 അമെൻമെൻറ്റ് വന്നു, സ്റ്റേറ്റ് ബാങ്കിൽ 2 അമെൻമെൻറ്റ് വന്നു, ബാങ്കിങ് കമ്പനീസിലും 2 അമെൻമെൻറ്റ് വന്നു, ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്സിലും 2 അമെൻമെൻറ്റ് വന്നു. അപ്പോൾ ഇതിൻ്റെ വർഷങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. RBI ആക്ട് 1934, BR ആക്ട് 1949, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1955, ബാങ്കിങ് കമ്പനീസ് ആക്ട് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്സ് ആണ് 1970. പിന്നെ ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട് 1980 കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പം അതായത് പ്രധാനമായ എന്തെല്ലാം നമ്മൾ പറഞ്ഞു 9 എണ്ണത്തോളം പ്രധാനമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ അമെൻമെൻറ്റ്സ് വന്ന അമെൻമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നിലവിൽ വന്ന അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി നമ്മളൊന്നും കൂടി അത് കറക്റ്റായിട്ട് പറയുന്നു കേട്ടോ. റീഡിഫൈൻ ദ ത്രഷ് ഹോൾഡ്. അന്ന് നമ്മൾ പറഞ്ഞാണ് ത്രഷ് ഹോൾഡ് ലിമിറ്റ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എത്രയാക്കി 5 ലക്ഷത്തിൽ നിന്നും 2 കോടിയിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിമിറ്റ് റിവൈസ് ചെയ്യുന്നതാണ്. 1968 മുതലുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം അത് റീഡിഫൈൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡിഫൈൻഡ് ത്രഷ് ഹോൾഡ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 5 ലക്ഷത്തിൽ നിന്നും 2 കോടിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തത് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ടെന്യൂർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാലാവധി
97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഡയറക്ടേഴ്സ് ടെന്യൂർ, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ടെന്യൂർ മാക്സിമം 8 വർഷമായിരുന്നു. അത് 10 വർഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ എക്സ്ക്ലൂഡിംഗ് ആണ്, ചെയർപേഴ്സണോ വോൾ ടൈം ഡയറക്ടർക്കോ അത് ബാധകമല്ല. ബാക്കി എല്ലാവർക്കും അത് ബാധകമാണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് അൺക്ലെയിംഡ് അസറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് അൺക്ലെയിംഡ് അസറ്റ്, അൺക്ലെയിംഡ് അസറ്റുകളെല്ലാം IEPF മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൺക്ലെയിംഡ് അസറ്റുകളെല്ലാം എവിടേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞാൽ IEPF. എന്താണ് IEPF എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടാണ് കേട്ടോ. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾ വിൽ നൗ ബി പെർമിറ്റഡ് ടു ട്രാൻസ്ഫർ അൺക്ലെയിംഡ് ഷെയർസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ബോണ്ട് റിഡംഷൻ എമൗണ്ട്സ് ടു ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്, ബ്രിങ്ങിങ് ദം ഇൻ ലൈൻ വിത്ത് പ്രാക്ടീസസ് ഫോളോഡ് ബൈ കമ്പനീസ് അണ്ടർ ദ കമ്പനീസ് ആക്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അൺക്ലെയിംഡ് അസറ്റ് എവിടേക്കാണ് മാറ്റേണ്ടത്? IEPF മാറ്റണം. അടുത്തത് റെമ്യൂണറേഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്. പണ്ട് റെമ്യൂണറേഷൻസ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം അതാത് പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അവർക്ക് അത് എംപവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ അമെൻമെൻറ്റ് പ്രകാരം അവർക്ക് എംപവർ ചെയ്തു കൊടുക്കുകയാണ് റെസ്പെക്റ്റീവ് പബ്ലിക് സെക്ടർ ബാങ്ക് ടു ഓഫർ റെമ്യൂണറേഷൻ ടു ദെയർ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്. സോ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഫെസിലിറ്റേറ്റിംഗ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഓഡിറ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓഡിറ്റ് പ്രൊഫഷണൽസിൻ്റെ ക്വാളിറ്റി കൂട്ടാനും ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എൻഹാൻസ് ചെയ്യാനും ഇത് ഉപകാരപ്പെടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എൻഷുർ ചെയ്യുന്നു? അപ്പോൾ ഈ ബാങ്കിങ് ലോസ് 2025 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇംപ്രൂവ് ഗവേണൻസ് സ്റ്റാൻഡേർഡ്സ് ഇൻ ബാങ്കിങ് സെക്ടർ, എൻഷുർ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഫോർ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, ഇംപ്രൂവ് ഓഡിറ്റ് ക്വാളിറ്റി ഇൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ഇൻക്രീസ് ദ ടെന്യൂർ ഓഫ് ഡയറക്ടേഴ്സ്. ഇതൊക്കെ ഇവർ ചെയ്തതാണ്. ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. ഇനി കൂടാതെ റിപ്പോർട്ടിംഗ് ടൈം സിംപ്ലിഫൈഡ് ആക്കി എന്ന് പറയാം. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ റിപ്പോർട്ടിംഗ് ടൈം അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാറ്റമായിരുന്നു. ബാങ്ക്സ് ആർ റിക്വയർഡ് ടു സബ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ എവറി ഓൾട്ടർനേറ്റ് ഫ്രൈഡേയ്സ്. സാധാരണ വിൻഡോ വന്നിട്ടുള്ളത് 7 ഡേയ്സിനകം കൊടുക്കണം എന്നായിരുന്നു കേട്ടോ. ഓൾട്ടർനേറ്റ് ഫ്രൈഡേയ്സ് ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാങ്ക്സ് മസ്റ്റ് റിപ്പോർട്ട് ഡാറ്റ ഓൺ ഒന്നെങ്കിൽ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ 15 ഡേയ്സ് ഗ്യാപ്പ് വെച്ച് ആ ഒരു 15th ഡേ കൊടുത്താൽ മതി. അല്ലെങ്കിൽ മന്ത് ലാസ്റ്റ് അല്ലെങ്കിൽ ക്വാർട്ടറിൽ എപ്പോഴാച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. ഇപ്പോൾ സബ്മിഷൻ വിൻഡോയുടെ ആ ഒരു ഗ്യാപ്പ് 5 ഡേയ്സ് ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് നോമിനേഷൻ റൂൾസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോമിനേഷൻ റൂൾസ് ഫോർ ഡെപ്പോസിറ്റ്സിന് ഓൾസോ ലോക്കറിനുണ്ട്. ലോക്കറിന് സെപ്പറേറ്റ് അല്ല. ഡെപ്പോസിറ്റ്സിന് നോമിനീസിന് മൾട്ടിപ്പിൾ നോമിനേഷൻസ് ആയി. ഇപ്പോൾ അല്ലേ മൾട്ടിപ്പിൾ നോമിനേഷൻസ് ഒക്കെ കൊണ്ടുവന്നത് കൊറോണ സമയത്ത് ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡും വൈഫും മാത്രമാണ് നോമിനീസ് വെച്ചാൽ 2 പേരും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിലുള്ളവർക്ക് തർക്കമായി അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ഒന്നിലധികം, അതായത് ഇങ്ങനെ കൊടുത്തിട്ടുള്ള 2 ആൾക്കാരും മരണപ്പെടുമ്പം അതുമൂലം കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യത കൂടുകയും അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ബാങ്കുകൾ തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മൾട്ടിപ്പിൾ നോമിനേഷൻ സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോമിനേഷൻ റൂൾസ് ഫോർ ഡെപ്പോസിറ്റ്സിന് മാത്രമല്ല ലോക്കേഴ്സിനും ഇത് ബാധകമാണ്. അതിൻ്റെ കീ പ്രൊവിഷൻ പക്ഷേ ഇപ്പം നടപ്പിൽ വന്നത് നവംബർ 1, 2025 തൊട്ടിട്ടാണ് ലോക്കറിന് വന്നിട്ടുള്ളത് കേട്ടോ. ലോക്കറിനും ഡെപ്പോസിറ്റ്സിനും വന്നിട്ടുള്ളത്. അതിന് സെൻട്രൽ ഗവൺമെൻറ് നവംബർ 1 തൊട്ടിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ നോമിനേഷൻസ് ഉണ്ട്. അപ് ടു 4 പേഴ്സൺസിന് നമുക്ക് വയ്ക്കാം. ഒന്നെങ്കിൽ ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട് ഓൾസോ ക്യാൻ ചൂസ് ബിറ്റ്വീൻ സൈമൾട്ടേനിയസ് ആവാം അല്ലെങ്കിൽ സക്സസീവ് ആവാം. 2 ടൈപ്പ് ഓഫ് നോമിനേഷൻസ് ആണ് നമുക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളത്. സേഫ് കസ്റ്റഡി ആൻഡ് ലോക്കേഴ്സ് രണ്ടിനും കേട്ടോ. സേഫ് കസ്റ്റഡിക്കും പറ്റും, ലോക്കേഴ്സിനും പറ്റും, ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്സിനും പറ്റും. അപ്പോൾ ഏതിനൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് പറ്റും, സേഫ് കസ്റ്റഡിക്ക് പറ്റും, ലോക്കേഴ്സിന് പറ്റും. ഇതിനൊക്കെ അപ് ടു 4 പേഴ്സൺസിന് വയ്ക്കാം, നോമിനി വയ്ക്കാം. 2 ടൈപ്പ് ഓഫ് നോമിനേഷനാണ് പറയുന്നത്. സൈമൾട്ടേനിയസ് നോമിനേഷൻസ് ആൻഡ് സക്സസീവ് നോമിനേഷൻ. സൈമൾട്ടേനിയസ് നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സ് മേ അസൈൻ അപ് ടു 4 നോമിനീസിനെ അസൈൻ ചെയ്തിട്ട് അവരൊരു 100% ആണെങ്കിൽ ആദ്യത്തെ ആൾക്ക് 75%, രണ്ടാമത്തെ ആൾക്ക് 50%, അങ്ങനെ 25%. അപ്പം അങ്ങനെ എല്ലാവർക്കും ഇന്ന പെർസെൻറ്റേജ്. ഇപ്പം 100% ആണെങ്കിൽ ഡിഫൈൻഡ് പ്രൊപ്പോർഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എക്ക് ഇത്ര,
ബിക്ക് ഇത്ര, ഈ 1,00,000 ഉണ്ടെങ്കിൽ എക്ക് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം, ബിക്ക് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം, അങ്ങനെ ഉണ്ടായിരിക്കും. അതായത് ഡിഫൈൻഡ് പ്രൊപ്പോർഷൻസ് കൊടുക്കുന്നതിനാണ് സൈമൾട്ടേനിയസ് നോമിനേഷൻ എന്ന് പറയുക. സക്സസീവ് നോമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി പോലെ ലിസ്റ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നോമിനി, അത് കഴിഞ്ഞ് വീണ്ടും പ്രയോറിറ്റി അടുത്ത നോമിനി. ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഭാര്യയ്ക്ക്, ഇനി ഭാര്യ ഇല്ലെങ്കിൽ മൂത്ത മകന് അല്ലെങ്കിൽ മൂത്ത മകൾക്ക്, പിന്നെ രണ്ടാമത്തെ മകൻ, അങ്ങനെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് എല്ലാവർക്കും അവകാശമുണ്ട്, പക്ഷേ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ്. അതായത് വൺ ആഫ്റ്റർ അനദർ എന്നാണ് പറയുന്നത് കേട്ടോ. വൺ ആഫ്റ്റർ അനദർ എന്നുള്ള കൺസെപ്റ്റിലാണ് അവിടെ സക്സസീവ് നോമിനേഷൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം നടപ്പിൽ ഈ വർഷം, അതായത് 2025 നമുക്ക് നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇത്രയാണുള്ളത് കേട്ടോ. ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദീസ് പ്രൊവിഷൻസ് എന്തിനാന്ന് വെച്ചാൽ ബെനഫിറ്റ്സ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവാർഡ് സ്ട്രെങ്തനിങ് ദ ലീഗൽ, റെഗുലേറ്ററി ആൻഡ് ഗവേണൻസ് ഫ്രെയിംവർക്ക് ഓഫ് ദ ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ. അപ്പോൾ ചോദ്യം എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയിം ഇൻ ടു എഫക്റ്റ് വേണമെങ്കിൽ ചോദിക്കാം. 1 ഓഗസ്റ്റ് 2025 ആണെന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ അതുപോലെ തന്നെ നോട്ടിഫൈഡ് ഓൺ, അസെൻറ്റ് കിട്ടിയത് 15 ഏപ്രിൽ 2025 ആണ്. പിന്നെ 5 ലെജിസ്ലേഷനുകളിൽ മാറ്റം വന്നു എന്ന് ആലോചിക്കുക. ടോട്ടൽ 19 അമെൻമെൻറ്റുകൾ ഉണ്ടായിരുന്നു എന്നും ആലോചിക്കുക കേട്ടോ, കണക്ട് ചെയ്ത് വെക്കുക. സബ്സ്റ്റാൻഷ്യൽ ത്രഷ്ഹോൾഡ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് 5 lakhs to 2 crore ആക്കി, അത് ഇമ്പോർട്ടൻ്റ് നോക്കണം. ടെന്യൂർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വിത്ത് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ജസ്റ്റ് നോട്ട് ചെയ്യുക. മാക്സിമം ടെന്യൂർ 8 വർഷത്തിൽ നിന്നും 10 വർഷമാക്കി, എക്സ്ക്ലൂഡിങ് ദ ചെയർപേഴ്സൺ ആൻഡ് ഫുൾ ടൈം ഡയറക്ടർ. പിന്നെ അൺക്ലെയിംഡ് അസറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അത് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് റെമ്യൂണറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത് ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പെക്റ്റീവ് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്തോളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? സിംപ്ലിഫിക്കേഷൻ റിപ്പോർട്ടിംഗ് ടൈം വേണമെങ്കിൽ നോക്കാം. ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് ഫോർട്ട്നൈറ്റ് അല്ലെങ്കിൽ മന്ത് അല്ലെങ്കിൽ ക്വാർട്ടർ. ആ ക്വാർട്ടറാണ് സെലക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേ, ഫോർട്ട്നൈറ്റ് ആണെങ്കിൽ ആ 15th ഡേ, മന്ത് ആണെങ്കിൽ ആ മന്തിൻ്റെ ലാസ്റ്റ് ഡേ. പ്രസൻറ്റ് സബ്മിഷൻ വിൻഡോ 5 days ആക്കിയിട്ടുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്യുക, അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നുള്ളത് ഡെപ്പോസിറ്റും ലോക്കേഴ്സും വരുന്നത് November 1, 2025 ആണെന്ന് ഓർക്കുക. എത്ര ആൾക്കാരെ അപ് ടു 4 persons പറ്റും ഡെപ്പോസിറ്റ്സിനും സേഫ് കസ്റ്റഡിക്കും ലോക്കേഴ്സിനും ഇത് ബാധകമാണെന്ന് ആലോചിക്കുക. മൾട്ടിപ്പിൾ നോമിനേഷൻസ് എന്താണ്? മൾട്ടിപ്പിൾ നോമിനേഷൻസ് ആണ് ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതന്നെ സൈമൾട്ടേനിയസും ഉണ്ട്, സക്സസീവും ഉണ്ട്. സൈമൾട്ടേനിയസ് ആണെങ്കിൽ ഡിഫൈൻഡ് പ്രൊപ്പോർഷൻസ് ആയിരിക്കും, സക്സസീവ് ആണെങ്കിൽ എന്താണ്? വൺ ആഫ്റ്റർ അനദർ എന്നുള്ള കൺസെപ്റ്റിലാണ് വരിക കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് കട്ട സപ്പോർട്ടായി നിൽക്കുക. ഓക്കെ, താങ്ക് യു.